നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു നേതാവുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ അധികമായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ നിവൃത്തിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയുടെ ആവശ്യമില്ല. അദ്ദേഹം സ്റ്റാൻഡ് മാറ്റാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് അധികമായിട്ട് സഹകരിക്കാൻ സാധ്യമല്ല. എനിക്ക് കോർപ്പറേഷൻ ജോലിയുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത്, അതോടാണ് ഞാൻ പറഞ്ഞു ഇവിടെ കയറ്റില്ല. നമസ്കാരം. കോൺഗ്രസ് നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരം MP ശശി തരൂരിനെതിരെ വിമർശനങ്ങൾ കടുപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ മണിക്കൂറിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള നേതാക്കൾ തരൂരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. എന്തായാലും ഇപ്പോൾ തരൂരിൻ്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ K മുരളീധരൻ. ഈ തരൂരിനെ പൂർണ്ണമായും ബഹിഷ്കരിക്കാൻ തന്നെയാണോ തീരുമാനം? അദ്ദേഹത്തിൻ്റെ നിലപാട് തിരുത്താത്തിടത്തോളം കാലം അദ്ദേഹമായിട്ട് ഒരു സഹകരണം ഉണ്ടാവില്ല. നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു നേതാവുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. മാന്യമായി പുറത്തു പോകണമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസ് പുറത്താക്കാനുള്ള തീരുമാനം അത്തരത്തിലുള്ള എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? കോൺഗ്രസ് പുറത്താക്കണോ വേണ്ടതെന്നുള്ള ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയില്ല. ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ അഭിപ്രായം പറയും. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ അധികമായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ നിവൃത്തിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയുടെ ആവശ്യമില്ല. ഈ പാർലമെൻറ്റിൽ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമ്മേളനത്തിൽ ഈ പ്രതിപക്ഷം ഈ മണിക്കൂറിൽ പ്രതിഷേധം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിൽ തരൂരും പങ്കുചേരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പാർലമെൻ്ററി പാർട്ടിയും ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നത്. അദ്ദേഹം സ്റ്റാൻഡ് മാറ്റാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് അധികമായിട്ട് സഹകരിക്കാൻ സാധ്യമല്ല. കേരളത്തിലുള്ള നേതാക്കളായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അങ്ങനെ തീരുമാനം പറയേണ്ട KPC പ്രസിഡൻ്റാണ് ഞാൻ പറഞ്ഞു എനിക്ക് കോർപ്പറേഷൻ ജോലിയുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത്, അതോടാണ് ഞാൻ പറഞ്ഞു ഇവിടെ കയറ്റില്ല. എന്തായാലും തരൂരിനെതിരെയുള്ള വിമർശനം കടുപ്പിച്ചുകൊണ്ട് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനും ഇക്കഴിഞ്ഞ മണിക്കൂറിലായിരുന്നു രംഗത്ത് വന്നത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കുന്നതിനെ എതിർത്തുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തിയത്. യോഗത്തിൽ തരൂർ പങ്കെടുത്താൽ യോഗത്തിൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും എന്നും വിവരങ്ങൾ മോദിക്ക് ചോർത്തിക്കൊടുക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു. യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തരൂരിന് അപാര തൊലിക്കട്ടി വേണമെന്നും അദ്ദേഹം പരിഹസിച്ചു. തരൂരിന് സ്വയം കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് പോകാം. കോൺഗ്രസ് പുറത്താക്കി രക്തസാക്ഷിയാവാൻ നോക്കേണ്ടതില്ല. ഇന്ന് തരൂരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണത്. എല്ലാവരും അത് ആഗ്രഹിക്കുന്നുവെന്നും ഉണ്ണിത്താൻ പരിഹസിക്കുകയുണ്ടായി. നേതൃത്വത്തെ കരിവാരി തേക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന തരൂരിനെതിരായ പ്രതിഷേധം MP-മാർ യോഗത്തിൽ അറിയിക്കും. ജനത്തിന് വിശ്വാസമില്ലാത്ത തരൂരിന് സ്വന്തം പാർട്ടി രൂപീകരിക്കാനാവില്ല എന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെയാണ് K മുരളീധരൻ്റെ ഈ പ്രതികരണവും എത്തിയിരിക്കുന്നത്. അതായത് തരൂർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് തന്നെയാണ് മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നത്. നിലപാട് തിരുത്താത്തിടത്തോളം ശശി തരൂരിനെ തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്ന് തന്നെ K മുരളീധരനും പറഞ്ഞു വയ്ക്കുന്നു. തരൂരിൻ്റെ കാര്യം കേരളത്തിലെ കോൺഗ്രസ് വിട്ടതാണ്. അദ്ദേഹത്തിനെതിരെ നടപടി വേണോ വേണ്ടയോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ എന്നും K മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.